സമൂഹ മാധ്യമ വിലക്ക് പിൻവലിച്ചിട്ടും സർക്കാരിനെതിരെ രണ്ടാം ദിവസവും പ്രതിഷേധം തുടർന്ന നേപ്പാളിലെ യുവാക്കൾ. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ പാർലമെന്റിന് മുന്നിൽ സമരക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. പ്രതിഷേധങ്ങളെ തുടർന്ന് 3 മന്ത്രിമാർ രാജിവെച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടേക്കുമെന്നാണ് അഭ്യൂഹം. സമൂഹമാധ്യമ നിരോധനത്തിനെതിരെ യുവതലമുറയുടെ ജൻസി വിപ്ലവത്തിനൊടുവിൽ വിലക്ക് പിൻവലിച്ചെങ്കിലും പ്രതിഷേധം അടങ്ങുന്നില്ല. സർക്കാരിന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി ജൻസി സമരം വൻ ജനകീയ പ്രക്ഷോഭമായി മാറി. നിരോധനാജ്ഞ ലംഘിച്ച് കാഠ്മണ്ഡുവിൽ പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നാണ് സമരക്കാരുടെ മുന്നറിയിപ്പ്. മന്ത്രിമാരുൾപ്പെടെ പല നേതാക്കളുടെയും വീടുകൾ സമരക്കാർ തകർത്തു. നേതാക്കളുടെ വീടുകൾക്ക് തീയിട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭം കടുക്കുന്നതിനിടെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടേക്കുമെന്നാണ് അഭ്യൂഹം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനുള്ള പിന്തുണ നേപ്പാളി കോൺഗ്രസ് പിൻവലിച്ചേക്കും. സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. സംഘർഷത്തിൽ ഇതുവരെ 20ഓളം പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.